മക്കളെ, നമുക്കിന്ന് 4-5 മിനിറ്റ് കൊണ്ട് നല്ല അടിപൊളിയായിട്ട് നല്ല സിമ്പിൾ ആയിട്ടുള്ള നെയ്യപ്പം എങ്ങനെ ഉണ്ടാക്കുകയെന്ന് നോക്കാം. ഇപ്പൊ വെക്കേഷൻ ഒക്കെ അല്ലേ വരുന്നത്, വെക്കേഷൻ വിഷു ഒക്കെ അല്ലേ വരുന്നത്. അപ്പൊ വെറുതെ ഇരിക്കണ മക്കൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ അവർക്ക് വളരെ ഇഷ്ടാവും. നമുക്കിനി എങ്ങനെ ഉണ്ടാക്കുകയെന്ന് കാണാം. അതിനുവേണ്ടി ആദ്യം നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 5 അച്ചി ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതിൽ ഒരു 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കത്തിച്ചിട്ട് ഒന്ന് നന്നായിട്ട് അലിഞ്ഞു വരട്ടെ. ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന അരിപ്പൊടിക്ക് ഈ മധുരം മീഡിയം മധുരം ഉണ്ടാവുള്ളൂ. ഇനി കൂടുതൽ മധുരം വേണവർക്ക് ഒരച്ചും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് കണ്ടില്ലേ മക്കളെ, നമ്മുടെ ശർക്കരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് കുറുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതേപോലെ നമുക്ക് ഇറക്കി വെക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറി വരട്ടെട്ടോ. ഇനി നമുക്ക് നെയ്യപ്പം ഉണ്ടാക്കാനുള്ള മാവ് ഒന്ന് കലക്കി വെക്കാം. അതിനു വേണ്ടി ഞാനൊരു വലിയ പാത്രമാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അതിലേക്ക് 2 കപ്പ് നല്ല നൈസ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഈ പത്തിരിക്കും നൂൽപുട്ടിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് മൈദപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം, ഒരു നുള്ളു ഉപ്പ്. ഇനി നന്നായിട്ട് നമുക്കൊന്ന് ഇത് മിക്സാക്കി എടുക്കാം. മൈദമാവും അരിമാവും ഉപ്പും പാടെ നന്നായിട്ടൊന്ന് മിക്സായി വരട്ടെ. ഇപ്പൊ നമ്മുടെ 2 മാവും ഇതേപോലെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുക്കി വെച്ച ശർക്കര വെള്ളം കുറേച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. ചെറിയ ചൂടോടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പണ്ടൊക്കെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എൻ്റെ മക്കളെ ഒരാഴ്ചയ്ക്ക് ഒന്നിച്ചിട്ടുള്ള നെയ്യപ്പം ഉണ്ടാക്കി വെക്കും. അത് കഴിഞ്ഞിട്ട് എൻ്റെ അമ്മ ഉണ്ണിയപ്പം ഉണ്ടാക്കും. 2 മാറി മാറി തന്നെ ഉണ്ടാക്കി വെക്കും. സ്കൂൾ വിട്ട് വന്നാൽ ചായക്ക് കൂടെ കുടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരുപാട് തിന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ മക്കളെ, നമ്മൾ 2 കപ്പ് ശർക്കരയുടെ വെള്ളം ഒഴിച്ചിട്ടും ഇത് നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിത് ലൂസാക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചവെള്ളം എടുത്ത് കുറേച്ച ഒഴിച്ച് കൊടുക്കുക. ഒരു ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിന് വേണം നമുക്കിത് ആക്കിയെടുക്കാൻ. ഇത് കണ്ടില്ലേ മക്കളെ, ഇതിപ്പോൾ ഈ പരുവത്തിൽ ഞാൻ കലക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ജാറിൽ വെച്ച് അടിച്ചെടുക്കണം. ഇതിപ്പോൾ വലിയ ജാറായ കാരണം ഞാൻ 1 പ്രാവശ്യമായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ചെറിയ ജാറാണെങ്കിൽ 2 പ്രാവശ്യമായിട്ട് വേണം ഒഴിക്കാൻ കേട്ടോ. ഇനി ഇതിൽ വല്ലതും കരടോ കട്ടയുണ്ടെങ്കിൽ പോവാൻ വേണ്ടിയിട്ടാണ് ഇത് മിക്സിയിൽ അടിക്കുന്നത് കേട്ടോ. ഇത് കണ്ടില്ലേ മക്കളെ, ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ മിക്സിയിൽ അടിച്ചപ്പോൾ കണ്ടില്ലേ, ഒന്നും കൂടി നമ്മുടെ മാവ് ഒന്ന് ലൂസായിട്ടുണ്ട്. അത് നമ്മൾ മിക്സിയിൽ അടിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ലൂസായി വന്നത്. ഈ ഒരു കട്ടിയിലാണ് നമ്മുടെ മാവുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു തരി വേണം. നെയ്യപ്പം ഉണ്ടാക്കുമ്പോൾ തരി വേണമല്ലോ. അതിന് നമുക്കിവിടെ ഒരു 1/4 കപ്പ് റവ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ പച്ച റവയാണ് ഇടുന്നത് കേട്ടോ. ഇനി നമുക്കിത് ഒന്നുകൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. റവയും മാവും പാടെ ഒന്ന് നന്നായിട്ട് മിക്സായി വരട്ടെ. ഇത് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ റവ വെള്ളം കുടിക്കുമല്ലോ. അപ്പം മാവ് ഒന്നുകൂടി ഒന്ന് കട്ടിയായി വരും. അപ്പം നമുക്ക് പാകത്തിനുള്ള വെള്ളം ചേർത്തി കൊടുക്കാം. ഇതിന് ഇവിടെ ഇരിക്കട്ടെ. റവയൊക്കെ വെള്ളം കുടിച്ചൊന്ന് സെറ്റായി വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ വറുത്തെടുക്കണം. അത് ചെയ്യാം. അതിനു വേണ്ടി ഒരു ചട്ടിയിൽ ഞാൻ 1 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ നെയ്യ് ചൂടായി വന്നാൽ ഒരു 1/4 കപ്പ് തേങ്ങ അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഇനി നമുക്ക് വറുത്തെടുക്കാം. നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായി വരട്ടെ, ഗോൾഡൻ കളറായി. കണ്ടില്ലേ മക്കളെ, ഇതേപോലെ നല്ല ഗോൾഡൻ കളറായി വരണം. ഇനി നമുക്കിതൊന്ന് ഇറക്കി വെക്കാം. ഇറക്കി വെച്ചിട്ട് ഇതിൽ എള്ളിട്ട് കൊടുക്കണം. അടുപ്പായ കാരണമാണ് ഞാൻ ഇറക്കി വെക്കുന്നത് കേട്ടോ. എള്ള് കരിഞ്ഞു പോവും. ഇനി നമുക്കിതിൽ 1 ടീസ്പൂണ് കറുത്ത എള്ളും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം.
ഈ എള്ളും കൂടി ഇതിൽ കിടന്ന് മൊരിഞ്ഞു വരും. നമ്മൾ കഴിക്കുമ്പോഴുണ്ടല്ലോ ഈ എള്ളും ഈ തേങ്ങയും പാടെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനി ചെറിയ ചൂടോടെ തന്നെ നമുക്ക് നമ്മുടെ മാവിലേക്ക് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ആ നെയ്യും എള്ളും തേങ്ങയും ഒക്കെ പാടെ ഇതിൽ വീഴട്ടെ. ഇനി നമുക്കിതിൽ 1 ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. മക്കളെ, ഈ മാവ് ഇനി കലക്കി വെക്കണമൊന്നുമില്ല, വെയിറ്റ് ചെയ്യാനൊന്നും വെക്കണില്ല. അതുകൊണ്ട് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കുക. ഇത് കലക്കിയിട്ട് ഉടനെ ഉണ്ടാക്കാനാണ് കേട്ടോ. ഇനി നമുക്ക് ഇതൊക്കെ പാടൊന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ബേക്കിംഗ് സോഡയും നമ്മുടെ പഞ്ചസാരയും എള്ളും, ബേക്കിംഗ് സോഡയും നമ്മുടെ എള്ളും തേങ്ങയും നമ്മുടെ ഏലക്കയും ഒക്കെ ഒന്ന് നന്നായിട്ട് മിക്സായി വരട്ടിട്ടോ. മക്കളെ, വെള്ളം കൂടുകയാണെങ്കിൽ ആരും പേടിക്കൊന്നും വേണ്ട. ഇച്ചിരി റവ ഇട്ടിട്ട് പാകമാക്കിയാൽ മതി. ഇനിയിപ്പോൾ വെള്ളം കുറവാണെങ്കിൽ ഒരു ഇച്ചിരിച്ചാ വെള്ളം ഒഴിച്ച് പാകമാക്കി കലക്കി ഒരു ഇഡ്ഡലി മാവിൻ്റെ പാകത്തിന് കലക്കി എടുക്കണം കേട്ടോ. ഇത് ഇച്ചിരി കട്ടി കൂടുതലാണ്. ഞാനിതിൽ ഒരു തുള്ളി വെള്ളം ഒഴിക്കുകയാണ്. ഇനി നമുക്കിത് പൊരിച്ചു കൊടുക്കാനുള്ള എണ്ണ ഒഴിക്കാം. ഞാൻ ഈ തേങ്ങ വാട്ടിയ ചട്ടിയിൽ തന്നെയാണ് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. മക്കളെ, നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലിനി ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല ചൂട് വേണം കേട്ടോ. ഒഴിച്ചു കൊടുത്തതിന് ശേഷം മീഡിയം തീ വെച്ചാൽ മതിയേ. ഇതിനി ഒന്ന് പൊന്തി വന്നാൽ നമുക്കിനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ചട്ടിയിൽ ഒട്ടി പിടിക്കൊന്നുമില്ല കേട്ടോ. കറക്റ്റായിട്ട് പൊന്തി വരും, കണ്ടില്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് വേണം പൊരിച്ചെടുക്കാൻ കേട്ടോ. കണ്ടില്ലേ, ഈ വശത്തും പൊന്തി വന്നു. ഇത് കണ്ടില്ലേ മക്കളെ, നമ്മുടെ നെയ്യപ്പത്തിന്റെ സൈഡൊക്കെ ഇത് കണ്ടില്ലേ, ഒന്ന് മൊരിഞ്ഞ് വെന്ത് വരുമ്പോ നമുക്കിത് എടുക്കാം. എല്ലാം അത് നമുക്ക് അതേപോലെ പൊരിച്ചെടുക്കാം. അങ്ങനെ എല്ലാ നെയ്യപ്പവും നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് ലാസ്റ്റ് ഉള്ളതും കൂടി നമുക്ക് എടുക്കാം. ഇത് കണ്ടില്ലേ മക്കളെ, നമ്മുടെ നെയ്യപ്പം നല്ല സോഫ്റ്റാ. കണ്ടില്ലേ, നമുക്ക് പൊളിച്ചു നോക്കാം. അയ്യോ, കണ്ടില്ലേ എന്ത് സൂപ്പറായിട്ടാ നിൽക്കണ്. ഉള്ളിലൊക്കെ നല്ല വെന്ത് നല്ല പൊന്തി വന്നിട്ടുണ്ട്, കണ്ടില്ലേ മക്കളെ? ഒരു വട്ടമെങ്കിലും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാരും അരി വെള്ളത്തിലിട്ട് അരച്ചിട്ടൊക്കെ അല്ലേ ഉണ്ടാക്കുക. ഈ അരിപ്പൊടി കൊണ്ടും നെയ്യപ്പം ഉണ്ടാക്കാന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ എല്ലാരും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി വെക്കണം. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.